എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങയും വൻപയറും ഉപയോഗിച്ച് എറിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എറിശ്ശേരി. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1.5 കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചതാണിത്. രാവിലെയാണ് കറി വെക്കുന്നതെങ്കിൽ രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കാം. വെന്ത് വന്ന പയറിലേക്ക് 2.5 കപ്പ് മുതൽ 3 കപ്പ് വരെ മത്തങ്ങ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മത്തങ്ങ വെന്ത് വരും. മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അടുത്തതായി ഇതിൻ്റെ അരപ്പിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കൂട്ട് വെന്ത് വന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് കൂട്ടുകൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഉടഞ്ഞു വരാൻ തുടങ്ങും. ഈ സമയം ഉപ്പ് ആവശ്യമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം 1/2 കപ്പ് തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മത്തങ്ങയും വൻപയറും കൂടെ ചേർന്നുള്ള എറിശ്ശേരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് എറിശ്ശേരിയിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി കടുക് പൊട്ടിച്ചത് എറിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറിക്കൊക്കെ നല്ലൊരു മണം കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ